നമസ്കാരം. നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ സാമ്പത്തികമായി പൂർണ്ണ സ്വയം പര്യാപ്തതയും സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കേണ്ടതിന്റെയും പ്രാധാന്യം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോകുന്നത്. സമൂഹത്തിൽ വനിതകളുടെ പങ്കാളിത്തവും അവരുടെ ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സ്ത്രീകൾക്കായി KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിച്ചതിന് തൊട്ടു പിന്നാലെ സംസ്ഥാനത്തെ വനിതാ സംരംഭകരെയും സാധാരണക്കാരായ സ്ത്രീകളെയും ഒരുപോലെ ചേർത്തു പിടിക്കുന്ന മികച്ച ഒരു ക്ഷേമ പദ്ധതി കൂടി അവതരിപ്പിക്കാൻ സർക്കാർ ഒരുങ്ങിയിരിക്കുകയാണ്. നീണ്ടനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വനിതകളുടെ സാമ്പത്തിക വളർച്ചയും കുടുംബങ്ങളുടെ നിലവാരം ഉയർത്തലും പ്രധാന ലക്ഷ്യമിട്ടുകൊണ്ട് പ്രിയദർശിനി പലിശരഹിത വായ്പാ പദ്ധതി ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരുന്നത്. സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാനോ അല്ലെങ്കിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു തൊഴിലുകളും ബിസിനസ്സുകളും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വിപുലീകരിക്കാനോ ആഗ്രഹിക്കുന്ന ഏതൊരു വനിതയ്ക്കും തങ്ങളുടെ സ്വപ്നങ്ങൾ ഭയമില്ലാതെ യാഥാർത്ഥ്യമാക്കാൻ ഈ പദ്ധതി വലിയൊരു കൈത്താങ്ങായിരിക്കും. ബാങ്ക് വായ്പകളുടെ കടുത്ത പലിശ നിരക്കുകളും വൻ സാമ്പത്തിക ബാധ്യതകളും ഭയന്ന് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്ക് ₹1 പോലും പലിശ നൽകേണ്ടതില്ല എന്ന വലിയൊരു ആശ്വാസവും സുരക്ഷിതത്വവുമാണ് സർക്കാർ ഈ വായ്പാ പദ്ധതിയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അഥവാ KSWDC, സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് കൂടാതെ പ്രാദേശിക തലത്തിൽ ശക്തമായ സാന്നിധ്യമുള്ള കുടുംബശ്രീ സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സഹകരിച്ചാണ് ഈ വൻകിട ക്ഷേമ പദ്ധതി സംസ്ഥാനത്തുടനീളം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നത്. സാധാരണക്കാരായ സ്ത്രീകൾക്ക് വലിയ മൂലധനമില്ലാതെയും സങ്കീർണമായ സാങ്കേതിക വിദ്യകളില്ലാതെയും വീടുകളിലോ പ്രദേശങ്ങളിലോ വെച്ച് തന്നെ തുടങ്ങാൻ സാധിക്കുന്ന നിരവധി ചെറുകിട തൊഴിൽ മേഖലകളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് തയ്യൽ കടകൾ, ക്രാഫ്റ്റ് നിർമ്മാണം, ചെറുകിട പലചരക്ക് വിപണനം, കേറ്ററിംഗ് യൂണിറ്റുകൾ, പേപ്പർ കവർ നിർമ്മാണം, കോഴി വളർത്തൽ, പശു വളർത്തൽ തുടങ്ങി ലളിതമായി ആരംഭിക്കാവുന്ന 31ഓളം വ്യത്യസ്തവും പ്രായോഗികവുമായ സംരംഭങ്ങളാണ് ഈ പദ്ധതിയിലൂടെ പ്രധാനമായും സർക്കാർ പിന്തുണ നൽകുന്നത്. ഇത്തരം സംരംഭങ്ങളിലൂടെ ഗ്രാമീണ മേഖലയിലെ നിർധനരായ സ്ത്രീകൾക്ക് സ്ഥിരമായ ഒരു പ്രതിമാസ വരുമാനം ഉറപ്പാക്കാനും അതുവഴി സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ ആരുടെയും സഹായമില്ലാതെ തനിയെ നിർവഹിക്കാനുമുള്ള കെൽപ്പുണ്ടാക്കി കൊടുക്കുകയുമാണ് ഈ പങ്കാളിത്ത സംവിധാനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. സാധാരണയായി ഏതെങ്കിലും ബാങ്കിൽ നിന്നോ മറ്റു സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ നമ്മളൊരു വായ്പ എടുക്കുമ്പോൾ എടുത്ത തുകയേക്കാൾ വലിയൊരു തുക പലിശ ഇനത്തിൽ വർഷങ്ങളോളം തിരിച്ചടയ്ക്കേണ്ടി വരുന്നത് ബിസിനസ്സുകളെ തകർക്കാറുണ്ട്. എന്നാൽ പ്രിയദർശിനി പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്നാൽ നിങ്ങൾ വാങ്ങുന്ന വായ്പാ തുകയുടെ മുതൽ മാത്രമായി മാസം തോറും ഗഡുക്കളായി തിരിച്ചടച്ചാൽ മതിയാകും. ഈ വായ്പയ്ക്ക് ഈടാക്കുന്ന പൂർണ്ണമായ പലിശ തുക ഒരു സർക്കാർ ഗ്രാന്റായി നേരിട്ട് ബന്ധപ്പെട്ട ബാങ്കിലേക്കാണ് സർക്കാർ അടച്ചു തീർക്കുന്നത്. എങ്കിലും ഇവിടെ അപേക്ഷകർ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നിബന്ധനയുണ്ട്. വായ്പാ കരാർ പ്രകാരം സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന തിരിച്ചടവ് കാലാവധിക്കുള്ളിൽ യാതൊരുവിധ വീഴ്ചയോ കുടിശ്ശികയോ വരാതെ കൃത്യസമയത്ത് മാസാന്ത ഗഡുക്കൾ അടച്ചു തീർക്കുന്നവർക്ക് മാത്രമേ ഈ മുഴുവൻ പലിശരഹിത ആനുകൂല്യവും ലഭ്യമാവുകയുള്ളൂ. ഏതെങ്കിലും കാരണവശാൽ വായ്പാ തിരിച്ചടവിൽ തവണകൾ മുടങ്ങുകയോ ഡ്യൂ വരുത്തുകയോ ചെയ്യുന്ന പക്ഷം അതിന് സാധാരണ രീതിയിലുള്ള ബാങ്ക് പലിശ അപേക്ഷ തന്നെ സ്വന്തമായി ഒടുക്കേണ്ടി വരും എന്ന കാര്യവും പ്രത്യേകം ഓർമ്മയിൽ വെക്കേണ്ടതുണ്ട്. ഈ വായ്പാ പദ്ധതിയിലൂടെ അപേക്ഷകർക്ക് ലഭ്യമാകുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളുടെ അളവിനെക്കുറിച്ചും അത് തിരിച്ചടയ്ക്കാൻ ലഭിക്കുന്ന അനുയോജ്യമായ സമയപരിധിയെക്കുറിച്ചും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പൂർണ്ണമായും 0% പലിശ നിരക്ക് ലഭ്യമാകുന്ന ഈ പദ്ധതിയിലൂടെ വ്യക്തിഗത സംരംഭങ്ങൾക്ക് ആവശ്യാനുസരണം ₹50,000 മുതൽ ₹1,00,000 വരെ സാമ്പത്തിക സഹായമായി ലോൺ സ്വന്തമാക്കാവുന്നതാണ്. ഇനി കുറച്ചധികം സ്ത്രീകൾ ഒന്നിച്ചു ചേർന്ന് നടത്തുന്ന വലിയ ഗ്രൂപ്പ് സംരംഭങ്ങളാണ് വായ്പയ്ക്കായി അപേക്ഷിക്കുന്നതെങ്കിൽ അവർ തയ്യാറാക്കുന്ന പദ്ധതിയുടെ വലുപ്പവും അതിലെ അംഗങ്ങളുടെ എണ്ണവും പ്രായോഗികതയും വിലയിരുത്തി അതിലും ഉയർന്ന സാമ്പത്തിക തുക അനുവദിക്കാനും സർക്കാരിന് പ്രത്യേകം വ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ തിരിച്ചടവിന്റെ കാര്യത്തിൽ അനാവശ്യമായ ധൃതിയോ സമ്മർദ്ദമോ സംരംഭകർക്ക് ഉണ്ടാകാതിരിക്കാൻ 3 വർഷം മുതൽ 5 വർഷം വരെ, അതായത് 36 മാസം മുതൽ 60 മാസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന വളരെ ദീർഘമായ കാലാവധിയാണ് വായ്പ തിരിച്ചടയ്ക്കാനായി നൽകുന്നത്. ഇത് പുതിയ ബിസിനസ്സിൽ നിന്നും ലാഭമുണ്ടാക്കി തുടങ്ങുന്നതുവരെ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ സ്ത്രീകൾക്ക് വലിയ സാവകാശം നൽകുന്നു. പൊതുവെ നമ്മളൊരു ബിസിനസ് ആവശ്യത്തിനോ മറ്റ് ബാങ്കുകളെ സമീപിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ വായ്പ ലഭിക്കണമെങ്കിൽ വസ്തുവിന്റെ ആധാരം, സ്വർണം അല്ലെങ്കിൽ വലിയ ശമ്പള വരുമാനമുള്ള വ്യക്തികളുടെ ജാമ്യം തുടങ്ങിയ കർശനമായ നിബന്ധനകൾ നൽകേണ്ടി വരാറുണ്ട്. എന്നാൽ സാധാരണക്കാരായ സ്ത്രീകളുടെ പക്കൽ ഈടായി നൽകാൻ വലിയ ഭൂസ്വത്തോ ആധാരങ്ങളോ തങ്ങളുടേതായ വലിയ സമ്പത്തോ ഉണ്ടാകില്ല എന്ന പ്രായോഗിക യാഥാർത്ഥ്യം സർക്കാർ പൂർണ്ണമായും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകാൻ വസ്തുവകകൾ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീയുടെയും സംരംഭക സ്വപ്നങ്ങൾ മുടങ്ങിപ്പോകരുത് എന്ന ദീർഘവീക്ഷണത്തോടെയാണ് ഈ വായ്പ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനായി വലിയ ഈടുകൾക്ക് പകരം സർക്കാരിന്റെ കൃത്യമായ ഒരു സ്വയം പ്രഖ്യാപന ഫോമും അഥവാ സെൽഫ് ഡിക്ലറേഷൻ, തങ്ങൾ അർഹരാണെന്ന് തെളിയിക്കുന്ന ലളിതമായ അടിസ്ഥാന രേഖകളും സമർപ്പിച്ചാൽ മാത്രം മതിയാകും. യാതൊരുവിധ സങ്കീർണമായ ബാങ്ക് ഈടുകളുമില്ലാതെ ഇത്രയും വലിയൊരു തുക വായ്പയായി ലഭ്യമാകുന്നത് നിർധനരായ സ്ത്രീകൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു കരുതലാണ്. പ്രിയദർശിനി പലിശരഹിത വായ്പാ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി
സർക്കാർ ചില കൃത്യമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ മുൻപോട്ട് വച്ചിട്ടുണ്ട്. ഒന്നാമതായി, അപേക്ഷകർ നിർബന്ധമായും വനിതകളും കേരളത്തിലെ സ്ഥിരതാമസക്കാരും ആയിരിക്കണം. അപേക്ഷ നൽകുന്ന സമയത്ത് അപേക്ഷകയ്ക്ക് കുറഞ്ഞത് 18 വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതും അതേസമയം 55 വയസ്സിൽ കവിയാൻ പാടില്ലാത്തതുമാണ്. കൂടാതെ കുടുംബത്തിലെ മൊത്തം വാർഷിക വരുമാനം സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള നിർദ്ദിഷ്ട പരിധിയിൽ താഴെയുള്ള സാധാരണക്കാരായ കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയിൽ പ്രാഥമികമായി അർഹതയുള്ളത്. അതിനാൽ BPL കുടുംബങ്ങൾക്കും മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കും അപേക്ഷകളിൽ പ്രത്യേക മുൻഗണന ലഭിക്കും. ഇതുകൂടാതെ സമൂഹത്തിൽ പ്രത്യേക പരിഗണനയും അടിയന്തര സഹായവും അർഹിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ പദ്ധതി പ്രത്യേകം ഊന്നൽ നൽകുന്നുണ്ട്. വിധവകൾ, ഭർത്താവ് ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നവർ, നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തിയവർ, കഠിനമായ രോഗബാധ കാരണം ജോലി ചെയ്യാൻ സാധിക്കാത്ത ഭർത്താക്കന്മാരുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾ, അതുപോലെ അവിവാഹിതരായ അമ്മമാർ എന്നിവർക്ക് ഈ പദ്ധതിയിലൂടെ ഉയർന്ന മുൻഗണന ലഭിക്കും. ഇത്തരത്തിൽ തങ്ങളുടെ അവസ്ഥകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. ഈ വായ്പയ്ക്കായി അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ നിരസിക്കപ്പെടലുകൾ ഒഴിവാക്കാനായി ആവശ്യമായ രേഖകൾ മുൻകൂട്ടി ശേഖരിച്ചു വെക്കുന്നത് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ സഹായിക്കും. തിരിച്ചറിയൽ രേഖകളായ അപേക്ഷകരുടെ ആധാർ കാർഡ്, വോട്ടർ ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുടെ വ്യക്തമായ പകർപ്പുകൾ ആവശ്യമാണ്. ഇതിനൊപ്പം റേഷൻ കാർഡിന്റെ പകർപ്പ്, തദ്ദേശ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭ്യമാകുന്ന കുടുംബ വരുമാന സർട്ടിഫിക്കറ്റ്, പ്രായം കൃത്യമായി തെളിയിക്കുന്നതിനായി SSLC ബുക്കിന്റെയോ ജനന സർട്ടിഫിക്കറ്റിന്റെയോ പകർപ്പ് എന്നിവ കരുതിയിരിക്കണം. പ്രത്യേക മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകരാണെങ്കിൽ അത് വ്യക്തമാക്കുന്ന വില്ലേജ് ഓഫീസറുടെയോ പഞ്ചായത്തിന്റെയോ സാക്ഷ്യപത്രം, അപേക്ഷകരുടെ സമീപകാലത്തെ എടുത്ത 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും വ്യക്തമായി കാണിക്കുന്ന പാസ്ബുക്കിന്റെ പകർപ്പ് എന്നിവയും അപേക്ഷയോടൊപ്പം വെക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് എന്താണെന്നും അതിന് പ്രതീക്ഷിക്കുന്ന ആകെ ചിലവ് എത്രയാണെന്നും അതിൽ നിന്ന് എങ്ങനെ വരുമാനമുണ്ടാക്കാൻ സാധിക്കുമെന്ന് വിശദീകരിക്കുന്ന ലളിതമായ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൂടി തയ്യാറാക്കി വായ്പാ അപേക്ഷയുടെ കൂടെ നൽകേണ്ടതുണ്ട്. പ്രിയദർശിനി പലിശരഹിത വായ്പയ്ക്കായി അപേക്ഷ സമർപ്പിക്കാൻ പ്രധാനമായും 2 വഴികളാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. ആദ്യത്തെയും ഏറ്റവും എളുപ്പമുള്ളതുമായ മാർഗം നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ, കുടുംബശ്രീ, CDS ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെട്ട് വായ്പയ്ക്കുള്ള അപേക്ഷാ ഫോം കൈപ്പറ്റുക എന്നതാണ്. പൂരിപ്പിച്ച ഫോമിനൊപ്പം മുകളിൽ പറഞ്ഞ രേഖകളും പ്രൊജക്ട് റിപ്പോർട്ടും ഉള്ളടക്കം ചെയ്ത് CDS ഓഫീസിൽ തന്നെ തിരികെ സമർപ്പിക്കാം. രണ്ടാമത്തെ മാർഗം, കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുകൾ വഴി നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റായ kswdc.org വഴി പുതിയ വിജ്ഞാപനങ്ങൾ വരുമ്പോൾ ഓൺലൈനായോ ഫോം സമർപ്പിക്കുക എന്നതാണ്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ തദ്ദേശ തലത്തിലുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിങ്ങളുടെ രേഖകളും സംരംഭത്തിന്റെ പ്രായോഗികതയും നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തും. പരിശോധനകൾ വിജയകരമായി പൂർത്തിയാകുന്നതോടെ അനുവദിക്കപ്പെട്ട വായ്പാ തുക നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. അതിനാൽ ഈ സുവർണാവസരം പരമാവധി വിനിയോഗിക്കുക. ഒപ്പം സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിച്ച് ഉയരങ്ങളിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ അറിവ് പങ്കുവെക്കുക. Please subscribe our channel.